അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖ ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി കല്ലത്ത് ഹീലത്തി അദ്രികനി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. വളരെ പവിത്രമായ ഒരു രാവിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇത് ലൈവായിട്ട് കാണുന്നവരും പിന്നീട് ചാനലിൽ നിന്ന് ശ്രദ്ധിക്കുന്നവരും എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ അനുഗ്രഹീതമായ ഒരു രാവാണല്ലോ മെഹറാജ് രാവ്, ബറാഅത്ത് രാവ്. ഇനി ഷഅബാൻ നമുക്ക് വരാനിരിക്കുന്നു. മെഹറാജ് രാവിൻ്റെ ഒരു പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയൊരു അംഗീകാരം, നബി തങ്ങൾക്ക് ലഭിച്ച ഏറ്റവും ഒരു സ്വീകാര്യത, അതാണല്ലോ മെഹറാജ് രാവിലൂടെ നമുക്ക് കേൾക്കുവാനും ചിന്തിക്കുവാനും മനസ്സിലാക്കാനും ഉള്ളത്. റജബ് 27 രാവിനാണ് മുത്തുനബി തങ്ങളെ പരിശുദ്ധ മക്കയിൽ നിന്ന് ബുറാഖ് എന്ന വാഹനത്തിൻ്റെ മുകളിൽ ജിബ്രീൽ അലൈഹിസ്സലാം ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോകുന്നു. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ആകാശത്തേക്ക് കൊണ്ടുപോകുന്നു. എല്ലാം കഴിഞ്ഞു, എല്ലാം കണ്ടു, എല്ലാം മനസ്സിലാക്കി നബി തങ്ങൾ ആ രാത്രി തന്നെ തിരിച്ച് മക്കയിലേക്ക് എത്തുന്നു. അത്ഭുതകരമായൊരു കാഴ്ച. എല്ലാം ഒരു രാത്രി കൊണ്ട് സംഭവിച്ചത്. ഒരു രാത്രി പൂർണ്ണമായിട്ടും വേണ്ടി വന്നില്ല. കുറഞ്ഞ സമയം, രാത്രിയിൽ നിന്നുള്ള കുറഞ്ഞ സമയം മാത്രം ഇതിന് സമയമെടുത്തുള്ളൂ. അത്ഭുതം തന്നെ. ഇത്രത്തോളം സംവിധാനങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത, ഒരു മനുഷ്യനിക്ക് സാധ്യമല്ലാത്ത, അല്ലാഹു തആലാൻ്റെ സഹായം ഉണ്ട് എങ്കിൽ മാത്രം, അല്ലെങ്കിൽ അല്ലാഹു തആല പ്രത്യേകം തിരഞ്ഞെടുത്ത ആളുകൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു കാര്യം എന്ന് വേണം ഈ യാത്രയെ വിശേഷിപ്പിക്കാം. ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു അനുഭവം മുമ്പും ഉണ്ടായിട്ടില്ല, ശേഷവും ഉണ്ടാവാൻ സാധ്യതയില്ല. അതാണ് നബി തങ്ങൾക്കുള്ള ഒരു മുഅ്ജിസത്തായിട്ട് അള്ളാഹു ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇത് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എങ്ങനെയാണ്? ആ ഒരു അവതരണ ശൈലി നമ്മൾ മനസ്സിലാക്കണം. സൂറത്തുൽ ഇസ്രായിൻ്റെ 1-ാമത്തെ ആയത്തിലാണ് ഈ ഒരു സംഭവത്തെ, ഈ ഇസ്രായിനെ അള്ളാഹു വ്യക്തമാക്കുന്നത്. അതിൻ്റെ 1-ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു വസ്സമീഉൽ ബസീർ. ഈ ആയത്തിലൂടെ അല്ലാഹു തആല എന്താണ് പഠിപ്പിക്കുന്നത്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം, പരിശുദ്ധമായ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് രാത്രിയിലെ കുറഞ്ഞ സമയം കൊണ്ട് തൻ്റെ അടിമയെ ഇസ്റാ നടത്തി. എവിടേക്കിലൽ മസ്ജിദിൽ അഖ്സ, പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക്. എങ്ങനത്തെ ബൈത്തുൽ മുഖദ്ദസാണ്? അല്ലദീ ബാറക്നാ ഹൗലഹു, അതിൻ്റെ ചുറ്റുഭാഗത്തും നാം ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. ആ ഒരു അനുഗ്രഹീതമായ പള്ളിയിലേക്ക്, ചുറ്റുഭാഗത്തും അള്ളാഹു ബറക്കത്ത് ചെയ്ത പള്ളിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇസ്റാ നടത്തിയ അള്ളാഹുവാണ് പരിശുദ്ധൻ. എന്തിനാണ് അള്ളാഹു തആല ഇസ്റാ നടത്തിയത് എന്ന് അവിടെ പറയുന്നുണ്ട്. ലിനുരിയഹു മിൻ ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ആ അടിമ കാണുന്നതിനു വേണ്ടി, അല്ലെങ്കിൽ ആ അടിമക്ക് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി. ഇന്നഹു വസ്സമീഉൽ ബസീർ, അള്ളാഹു കേൾക്കുന്നവനാണ്, കാണുന്നവനാണ്. ഈ ആയത്തിൽ നിന്ന് ഒരുപാട് ചിന്തിക്കുവാനുണ്ട് പ്രിയപ്പെട്ടവരെ. എന്തുകൊണ്ട്? പലപ്പോഴും ഈ ഒരു അത്ഭുതകരമായ യാത്ര അതൊരു സ്വപ്നത്തിലാണെന്ന് പറയുന്ന ആളുകളുണ്ട്. അല്ല, അത് സ്വപ്നത്തിൽ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പരിശുദ്ധമാക്കപ്പെട്ട ആ ശരീരം കൊണ്ട് തന്നെ, അവിടുത്തെ റൂഹും ശരീരം കൊണ്ട് തന്നെ നടത്തിയ യാത്രയാണ്. അത് രാത്രി മുഴുവനായിട്ടും വേണ്ടി വന്നതുമില്ല.
രാത്രിയിൽ നിന്ന് കുറഞ്ഞ സമയം മാത്രമേ ഇതിന് സമയം വേണ്ടി വന്നുള്ളൂ. ഇത് അള്ളാഹു താല വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ ആയത്തുകൾ ഈ ആയത്തിൻ്റെ തഫ്സീറുകൾ എടുത്ത് പരിശോധിച്ചാൽ ഭൂരിഭാഗം തഫ്സീറുകളും നമുക്ക് കാണുന്നത് ഇങ്ങനെയാണ്: ഫഹുവല്ലദി അസ്റാ ബിഅബ്ദിഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമനം മിനൽ ലൈലി, രാത്രിയിൽ നിന്നുള്ള കുറഞ്ഞ സമയം. സമനം മിനൽ ലൈൽ, രാത്രിയിൽ നിന്നുള്ള കുറഞ്ഞ സമയം. അതാണ് അസ്റാ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ലൈലൻ എന്ന് വരാൻ കാരണം. അസ്റ എന്ന് പറഞ്ഞാൽ തന്നെ രാത്രി സഞ്ചരിപ്പിച്ചു എന്നാണ്. പിന്നെ ലൈലൻ എന്ന് വരുമ്പോൾ രാത്രി മുഴുവനായിട്ടും വേണ്ടി വന്നില്ല, കുറഞ്ഞ രാത്രിയിൽ നിന്നുള്ള കുറഞ്ഞ സമയം മാത്രമേ വേണ്ടി വന്നുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ പറയുന്നത് ബി ജസദി സമനം മിനൽ ലൈലി ബി ജസദിഹി വറൂഹിഹി യഖ്ലതൻ ലാ മനാമാ, ഒരു തഫ്സീറാണ്. സൗദി അറേബ്യയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു തഫ്സീറാണ് ഇപ്പം ഞാൻ ഈ കേൾപ്പിച്ചത്. ശരീരം കൊണ്ട് തന്നെ, ബി ജസദിഹി നബി തങ്ങളുടെ ശരീരം കൊണ്ട് തന്നെ, വറൂഹി നബി തങ്ങളെ ആത്മാവിനെയും കൊണ്ട്, യഖ്ലത്തിൽ ഉണർവിലായിട്ട്, ലാ മനാമ സ്വപ്നത്തിലല്ല. കാരണം സ്വപ്നത്തിലുള്ള ഒരു യാത്രയെ വലിയ അത്ഭുതകരമായിട്ട് അവതരിപ്പിക്കേണ്ട കാര്യം എന്താണ്? സ്വപ്നം ഒരു മനുഷ്യന് സംഭവിക്കാൻ പറ്റുന്നതേ ഉള്ളല്ലോ. സ്വപ്നത്തിലൂടെ എവിടെയൊക്കെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും, സ്വപ്നത്തിലൂടെ. പക്ഷെ നമ്മുടെ ശരീരം കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ അതാണ് അത്ഭുതം, അതാണ് പ്രധാനം. അപ്പോൾ ഇസ്രാ എന്ന് പറയുന്ന, മെഹറാജ് എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര ഇസ്രാഅതിൻ്റെ അത്ഭുതമാണ്. എന്തുകൊണ്ട്? അന്നത്തെ കാലത്ത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകണമെങ്കിൽ മാസങ്ങൾ വേണം. ആ ഒരു സമയത്താണ്, കുറഞ്ഞ ഒരു സമയം കൊണ്ട് നബിതങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുപോയത്. എങ്ങനെയാണ് കൊണ്ടുപോയത്? അതാണ് ആ യാത്രയുടെ ഒരു നല്ല ഒരുക്കത്തോടെയാണ് കൊണ്ടുപോയത്. എപ്പോഴാണ് കൊണ്ടുപോയത്? നബിതങ്ങൾക്ക് പോകണമെന്ന് ആവശ്യം വന്നപ്പോൾ. എന്താ? നബിതങ്ങൾ തങ്ങളുടെ പിതൃവ്യനായ അബൂ ത്വാലിബിൻ്റെയും ഭാര്യയാകുന്ന ഖദീജ റളിയല്ലാഹു അൻഹയുടെയും വിയോഗം നബിതങ്ങൾക്ക് വിഷമങ്ങൾ സൃഷ്ടിച്ചപ്പോൾ, പ്രയാസങ്ങളുണ്ടാക്കിയപ്പോൾ, ശത്രുക്കളായ ആളുകൾ അത് ദുരുപയോഗം ചെയ്തപ്പോഴോ നബിതങ്ങളെ ഒരു സന്തോഷിപ്പിക്കുക എന്നുള്ള രൂപത്തിലാണ് അല്ലാഹു തആല ഈ യാത്രയെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിന് നബിതങ്ങൾ ഉറങ്ങിക്കിടന്നിരുന്ന വീട്ടിൽ നിന്ന് സംസം കൊണ്ട് നബിതങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള തങ്ങളുടെ ഹൃദയം പുറത്തെടുത്ത് സംസം കൊണ്ട് ശുദ്ധീകരിച്ച് അവിടെ തന്നെ വെച്ച് എല്ലാം ഒരു മനുഷ്യ പ്രകൃതമായിട്ട് വന്നേക്കാവുന്ന ചാപല്യങ്ങളും ചില പ്രയാസങ്ങളും എല്ലാം നബിതങ്ങൾ മാറ്റിക്കളഞ്ഞിട്ടാണ് നബിതങ്ങളെ ഹൃദയം അവിടെ ശുദ്ധീകരിച്ച് അവിടെ വെച്ചിട്ടുള്ളത്. മലക്കുകൾ കൊണ്ടുപോയ വാഹനം ബുറാക്കാണ്. ബുറാക്കിൻ്റെ പ്രത്യേകത എന്താണ്? കണ്ണെത്തുന്ന ദൂരത്തെ കാലെത്തുന്നതാണ്, അത്ര സ്പീഡാണ്. നബിതങ്ങളെ കൊണ്ടുപോയത് ഇതിലൂടെയാണ്. ഇന്നത്തെ മദീന, അന്ന് ത്വയ്ബയാണ്. നബിതങ്ങളോട് പറഞ്ഞു ജിബ്രീൽ, ഇതാണ് ത്വയ്ബ നബിയെ, ത്വയ്ബ. അങ്ങക്ക് താമസിക്കേണ്ട, അങ്ങ് കിടക്കേണ്ട, ലക്ഷോപലക്ഷം വരുന്ന മുഅ്മിനീങ്ങളായ ആളുകൾ ആഗ്രഹിക്കുന്ന നാടായി ഈ ത്വയ്ബ മാറും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു കാണാൻ തൗഫീഖ് നൽകട്ടെ. അങ്ങനെ പോയത് എവിടേക്കാ? പോകുന്ന വഴിയിൽ കണ്ടു മഹാനായ ഈസാ അലൈഹിസ്സലാം ജനിച്ച ബത്ലഹേം കണ്ടു. അവിടെ നിസ്കരിക്കാൻ പറഞ്ഞു ജിബ്രീൽ അലൈഹിസ്സലാം. നബിയെ ഇവിടെ നിന്ന് 2 റക്അത്ത് നിസ്കരിച്ചോളൂ. ഇത് ഈസാ നബി അലൈഹിസ്സലാം ജനിച്ച സ്ഥലമാണ്. ഈസാ നബി അലൈഹിസ്സലാം ജനിച്ച സ്ഥലം ബർക്കത്തുണ്ട്, ജനിച്ച സമയത്തിന് ബർക്കത്തുണ്ട്, പ്രവാചകന്മാരുടെ മഹാന്മാരുടെ എല്ലാറ്റിനും ബർക്കത്തുണ്ട്. അതാണ് ഇതിൻ്റെ അർത്ഥം. മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് നബി തങ്ങൾ പറയുന്നുണ്ട്. സ്വഹീഹ ഹദീസാണ് ഈ പറയുന്നതൊക്കെ. ഇതെല്ലാം കണ്ട് ബൈത്തുൽ മുഖദ്ദസിൽ ചെന്നെത്തി. അള്ളാഹിൻ്റെ റസൂൽ അവിടെയുള്ള മുഴുവൻ പ്രവാചകന്മാർക്കും ഇമാമായി നിസ്കരിച്ചു.
നബി തങ്ങളുടെ ബുറാക്കിനെ അവിടെ ബന്ധിച്ചു. എല്ലാ പ്രവാചകന്മാർക്കും വലിയ സന്തോഷം, എല്ലാവരും സൗഹൃദം പങ്കിട്ടു. ആത്മീയ ലോകത്ത് അവരെല്ലാവരും ഒരുമിച്ച് കൂടി നബിതങ്ങളെ മുമ്പിൽ, നബിതങ്ങളെ പിന്നിൽ അവർ നിസ്കരിച്ചു. അല്ലാഹു തആല അവർക്കതിന് റൂഹ് കൊടുത്തു. അതെങ്ങനെയാണ് എന്നും നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. അത് അല്ലാഹു തആലക്ക് കഴിയുന്നതാണ്. അള്ളാഹ് കഴിവുള്ളവനാണല്ലോ, അള്ളാഹു ആണല്ലോ അവരെ പടച്ചത്. ആ പടച്ച റബ്ബിന് അവരെ വീണ്ടും അവിടെ ഹാജരാക്കുന്നതിന് അള്ളാഹ്ക്ക് എന്ത് പ്രയാസമാണുള്ളത്? പ്രയാസവും ഇല്ല. പിന്നെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് നബിതങ്ങൾ ആകാശത്തേക്ക് കൊണ്ടുപോവുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാം. നബിതങ്ങൾ ജിബ്രീൽ അല്ലാഹു തആലാന്റെ സമീപത്തെത്തി. അപ്പോൾ നബിതങ്ങൾ പറഞ്ഞല്ലോ, നബിതങ്ങളെപ്പറ്റി ഖുർആൻ ആ ഒരു യാത്രയെ പറ്റി അല്ലാഹു തആല എന്താ പറഞ്ഞത്? فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى ما كذب الفؤاد ما رأى. ഈ ഒരു സൂറത്തു നജ്മിലെ ആയത്തുകൾ മിഅ്റാജിനെയാണ് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല മിഅ്റാജ് ഹദീസ് കൊണ്ട് വ്യക്തമാണ്. ഖുർആനിൽ മിഅ്റാജിനെ പറ്റി സൂചനയാണെങ്കിൽ ഹദീസിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നബിതങ്ങൾ സിദ്റത്തുൽ മുൻതഹയിലെത്തി. ജിബ്രീൽ അലൈഹിസ്സലാമിനെ നബിതങ്ങൾ 2 പ്രാവശ്യം ശരിക്കും ജിബ്രീലിൻ്റെ കോലത്തിൽ കണ്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയ ഈ ഒരു സന്തോഷത്തിൽ നമുക്കൊക്കെ അത് നമ്മൾ ഓർക്കുകയും സ്വലാത്തുകൾ ചൊല്ലുകയും ചെയ്യലല്ലേ നമുക്ക് വേണ്ടത്. ഒന്നാം ആകാശത്തെ നബി തങ്ങൾ കണ്ടത് ആദം നബി അലൈഹിസ്സലാമിനെയാണ്. രണ്ടാം ആകാശത്തെ നബി തങ്ങൾ യഹ്യാ നബി അലൈഹിസ്സലാമിനെയും ഈസാ നബി അലൈഹിസ്സലാമിനെയും കണ്ടിട്ടുണ്ട്. അവരൊക്കെ സന്തോഷത്തോടെ നബി തങ്ങളെ സ്വീകരിച്ചു. മൂന്നാം ആകാശത്ത് യൂസുഫ് നബിനെ കണ്ടു. നാലാമത്തെ ആകാശത്തിൽ ഇദ്രീസ് നബി അലൈഹി സ്വലാമിനെ കണ്ടു. അഞ്ചാം ആകാശത്തിൽ ഹാറൂൻ നബി അലൈഹി സ്വലാമിനെ കണ്ടു. ആറാം ആകാശത്തിൽ മൂസ നബി അലൈഹി സ്വലാമിനെ കണ്ടു. ഏഴാം ആകാശത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കണ്ടു. പിന്നെ നബി തങ്ങൾ സിദ്റത്തുൽ മുൻതഹ കാണുകയാണ്. സിദ്റത്തുൽ മുൻതഹയിൽ 4 പുഴകൾ ഒഴുകുന്നുണ്ട്. 2 അപ്രത്യക്ഷമാണ്, സ്വർഗീയ പുഴകൾ. 2 പ്രത്യക്ഷമാണ്. പ്രത്യക്ഷമായിട്ടൊഴുകുന്നത് നൈൽ നദിയും യൂഫ്രട്ടീസ് നദിയുമാണ്. പിന്നെ നബി തങ്ങൾ ബൈത്തുൽ മഅമൂറിലാണ് ചൊല്ലുന്നത്. ബൈത്തുൽ മഅമൂറിൽ ചെല്ലുമ്പോൾ നബി തങ്ങൾക്ക് 3 ഗ്ലാസ് കൊടുക്കുകയാണ്. ഒരു ഗ്ലാസ്സിൽ മദ്യമാണ്, ഒരു ഗ്ലാസ്സിൽ തേനാണ്, ഒരു ഗ്ലാസ്സിൽ പാലാണ്. ഇഷ്ടമുള്ളത് എടുക്കാം. നബി അലൈഹി സ്വലാം 3 ഗ്ലാസ് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് പാലിൻ്റെ ഗ്ലാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് കുടിച്ചു. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, ഹിയൽ ഫിത്രത്തുല്ലതി അൻത അലൈഹാ വ ഉമ്മതുക. നബിയെ, അങ്ങയും അങ്ങയുടെ സമുദായവും നല്ലൊരു മാർഗത്തിലാണ്. പിന്നെയാണ് നബി തങ്ങൾക്ക് അല്ലാഹു നിസ്കാരം ഫർളാക്കുന്നത്, നിസ്കാരം സമ്മാനം കൊടുക്കുന്നത്. അല്ലാഹു തആല തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ്. അപ്പോൾ അല്ലാഹു പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈനാ വഅലാ ഇബാദി. എല്ലാ ആളുകളുടെ മേൽ അല്ലാഹുവിൻ്റെ രക്ഷ ഉണ്ടാകട്ടെ. 50 വക്ത നിസ്കാരം കിട്ടി സമ്മാനം. ആ സമ്മാനവുമായി തിരിച്ചു വരുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാം കണ്ടു. മൂസാ നബി അലൈഹി സ്വലാം, മരണപ്പെട്ടു പോയ മൂസാ നബി അലൈഹി സ്വലാം അവിടെ സഹായിക്കുകയാണ്. നബിയെ, അങ്ങയുടെ സമുദായത്തിന് 50 വക്ത നിസ്കാരം കഴിയൂല, ചുരുക്കിത്തരാൻ പറയും. അങ്ങനെ ഓരോ പ്രാവശ്യവും മൂസാ നബി അലൈഹി സ്വലാം ഇങ്ങനെ ചുരുക്കാൻ പറഞ്ഞു. ചുരുക്കി 5 വക്തായി. 9 പ്രാവശ്യം നബി തങ്ങൾ അങ്ങോട്ട് മടങ്ങി അള്ളാഹിൻ്റെ അടുക്കൽ ചെന്ന് ചുരുക്കാൻ വേണ്ടി പറഞ്ഞു. 5 വക്തിയിലേക്ക് എത്തി. അപ്പോഴും മൂസാ അലൈഹി സ്വലാം പറഞ്ഞു, ഇത് കഴിയൂല നബിയെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കിനി ലജ്ജയാണ് പോകാൻ.
ഇനി പോകാൻ പ്രയാസമാണ്. ആ 5 വക്ത് നിസ്കാരത്തിന് 50 വക്ത് നിസ്കാരത്തിൻ്റെ കൂലിയുണ്ട്. ഈ സന്തോഷങ്ങളെല്ലാം സഹാബത്തിന് പറഞ്ഞു കൊടുത്തു നബി തങ്ങൾ. മക്കത്ത് വന്നെല്ലാം രാവിലെ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ സത്യനിഷേധികൾക്കൊക്കെ വലിയ ഒരു അത്ഭുതവും പരിഹാസവും. അവരുടെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം വിശദീകരിച്ചു കൊടുത്തു. അവരിങ്ങനെ ചോദിക്കാൻ തുടങ്ങി, ബൈത്തുൽ മുഖദ്ദസിൻ്റെ വാതിൽ എത്രയാണ്, ജനൽ എത്രയാണ്, ഓരോരോ കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം വ്യക്തമായി പറഞ്ഞു കൊടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാം എല്ലാം അതിൻ്റെ ഫോട്ടോ സഹിതം നബി തങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. അവർക്ക് ഇതിനൊന്നും പറയാനില്ല. അപ്പോഴാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആ വഴിയിലൂടെ വരുന്നത്. അന്ന് അബൂബക്കർ എന്ന പേരിലാണ് അവരറിയപ്പെടുന്നത്. അബൂബക്കറെ നിങ്ങൾ അറിഞ്ഞോ, നിങ്ങളെ കൂട്ടുകാരിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, ഞാൻ സത്യമാക്കിയിരിക്കുന്നു, എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ് സത്യമാണ്, ഞാനത് സത്യമാക്കിയിരിക്കുന്നു, ഞാനത് വിശ്വസിച്ചു. അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് എന്ന പേര് ലഭിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നിസ്കാരങ്ങൾ നടന്നു. ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബഹി, അങ്ങനെ നിസ്കാരങ്ങൾ, അതിൻ്റെ സമയങ്ങൾ, അതിൻ്റെ വിശദീകരണങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. സ്വർഗം കണ്ടു, നരകം കണ്ടു, ഒരുപാട് ശിക്ഷകൾ, ഒരുപാട് അത്ഭുതങ്ങൾ നബി തങ്ങൾ കണ്ടു. നരകത്തിൽ ശിക്ഷിക്കുന്നത്, പരദൂഷണം പറഞ്ഞവരെ ശിക്ഷിക്കുന്നത്, അവർക്ക് ഒരു ചെമ്പിനാലിൻ്റെ നഖം കൊടുത്തിട്ട് ആ നഖം കൊണ്ട് അവരുടെ സ്വന്തം മുഖവും ശരീരവും മാന്തി പിളർത്തുന്ന ഒരു ശിക്ഷ, അതങ്ങനെ ആവർത്തിക്കപ്പെടുകയാണ്. അവർ ചെയ്ത കുറ്റം പരദൂഷണം പറയുകയും ആളുകളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് തെറ്റാണ്. അവർക്ക് ശിക്ഷ കൊടുക്കാനുള്ള കാരണം അതാണ്. സ്വർഗത്തിൽ അനുഭൂതികൾ കണ്ടു, ബിലാൽ റളിയല്ലാഹുവിൻ്റെ കൊട്ടാരം കണ്ടു, അങ്ങനെ ഉമർ റളിയല്ലാഹുവിൻ്റെ കൊട്ടാരം കണ്ടു, ഖദീജ ബീവിക്കുള്ള കൊട്ടാരം കണ്ടു, ഒരുപാട് സംഭവങ്ങൾ നബി തങ്ങൾ കണ്ടു. വളരെ സന്തോഷകരമായ ആ ഒരു യാത്ര അത്ഭുതകരമായി ഇന്ന് നിലകൊള്ളുന്നു. കാരണം അതിനേറെ സ്പീഡിൽ യാത്ര ഇന്ന് ഇനി ഒരാൾക്കും പോകാൻ പറ്റുകയില്ല. എത്രയൊക്കെ സംവിധാനങ്ങൾ കണ്ടെത്തിയാൽ പോലും, ഏതെല്ലാം സംവിധാനങ്ങളെക്കുറിച്ച് ലോകം ആലോചിച്ച് കണ്ടെത്തിയാൽ പോലും അതിൻ്റെ അപ്പുറത്തേക്ക് അതിനെ വെല്ലാൻ ഒരു ശാസ്ത്രത്തിനും സാങ്കേതിക വിദ്യക്കും കഴിയാത്ത വിധം അത്ഭുതകരമായി ഇസ്രാഉം മിഅ്റാജും നിലകൊള്ളുകയാണ്. അതുകൊണ്ടാണ് ആയത്ത് തുടങ്ങിയപ്പോൾ അല്ലാഹു സുബ്ഹാനല്ലദീ എന്ന് പറഞ്ഞു. അല്ലാഹു പരിശുദ്ധനാണ്. ആ യാത്ര നടന്ന ഈ രാവ് അനുഗ്രഹീതമാണ്. നാളെ അതിൻ്റെ പേരിൽ നമുക്ക് നോമ്പെടുക്കാം. സ്വലാത്തുകൾ കൊണ്ട് നമുക്ക് ഇന്നത്തെ രാവിനെ നമുക്ക് ധന്യമാക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.